എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. 1952 കോട്ടയത്ത് നിന്ന് ജലമാർഗം ആലപ്പുഴയിലെത്തിയ ജവഹർലാൽ നെഹ്റുവിനെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. പുന്നമട ഫിനിഷിംഗ് പോയിന്റിലെ VIP പവലിയനിൽ ഉച്ചകഴിഞ്ഞ് 2-ന് തോമസ് ഐസക് MLA പതാക ഉയർത്തുന്നതോടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗവർണർ നിഖിൽ കുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ചിരഞ്ജീവി മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് സുവനീർ പ്രകാശനം നിർവഹിക്കും. കേന്ദ്ര കായിക മന്ത്രി ജിതേന്ദ്ര സിംഗ് മാസ്റ്ററിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. സ്പീക്കർ G കാർത്തികേയൻ, സംസ്ഥാന മന്ത്രിമാരായ AP അനിൽകുമാർ, KC ജോസഫ്, ഷിബു ബേബി ജോൺ, VK ഇബ്രാഹിം കുഞ്ഞ്, K ബാബു എന്നിവർ പങ്കെടുക്കും. വൈകുന്നേരം 5-നാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ നടക്കുന്നത്. മത്സരത്തിനിടെ ഉണ്ടാകുന്ന തർക്കങ്ങളും സമയനഷ്ടവും ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സംഘാടകർ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവപാഠമെല്ലാം കൂടെ വെച്ചിട്ട് ഇത്തവണ യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത നിലയിലാണ് ഇത്തവണത്തെ റേസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വള്ളംകളി നടക്കുന്നതിനാൽ ആലപ്പുഴ നഗരത്തിൽ ഇന്നു രാവിലെ 11 മുതൽ കടുത്ത ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിലെ റോഡുകളുടെ വശങ്ങളിൽ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. വള്ളംകളിക്കെത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജിബി റോക്കി, മീഡിയ 1 ആലപ്പുഴ.